നമ്മൾ മൊഡ്യൂൾ 2 ക്വസ്റ്റ്യൻ പേപ്പറിലെ എ പാർട്ട് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ആൻസർ ചെയ്യാൻ പോകുന്നത് ഇവിടെ. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കി, ഫൈൻഡ് പി ക്യൂ വേർ പി ഇസ് എ പോയിൻറ്റ് 1 2 3 ആൻഡ് ക്യൂ ഇസ് എ പോയിൻറ്റ് 3 5 6. ഓക്കെ, അപ്പോൾ പി ക്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. പി ക്യൂവിൻ്റെ നമ്മൾ ക്ലാസ്സിൽ പഠിച്ചല്ലോ, എന്താണ് വെക്റ്റർ പി ക്യൂവിൻ്റെ ആൻസർ? പൊസിഷൻ വെക്റ്റർ ഓഫ് ക്യൂ മൈനസ് പൊസിഷൻ വെക്റ്റർ ഓഫ് പി. ഇതാണ് അതിൻ്റെ ഫോർമുല. പൊസിഷൻ വെക്റ്റർ ഓഫ് ക്യൂ ആദ്യം, പിന്നെ പി. അപ്പോൾ പി ക്യൂ ആണ് ഫോർമുല ഇങ്ങനെയാണ്. എ ബി എങ്ങനെയാണെന്ന് നോക്കി വെക്കണം, എ പി ക്യൂ പോലെ. ഓക്കെ, അപ്പോൾ ആദ്യം ക്യൂവിൻ്റെ പൊസിഷൻ വെക്റ്റർ, ഈ രണ്ടാമത്തതിൻ്റെ അതിനെ പൊസിഷൻ വെക്റ്റർ ആക്കുന്നത് എങ്ങനെയാണ്? 3i പ്ലസ് 5j പ്ലസ് 6k. ഇതാണ് പൊസിഷൻ വെക്റ്റർ ഓഫ് ക്യൂ. മൈനസ് ഇനി ഈ വെക്റ്ററിനെ പൊസിഷൻ വെക്റ്ററാക്കി 1i, അതായത് i പ്ലസ് 2j പ്ലസ് 3k. ഇതാണ് പി ക്യൂവിൻ്റെ ആൻസർ. ഇനി ഇതങ്ങ് മൈനസ് ചെയ്താൽ മതി. 5 മൈനസ് 1 4i, 5j മൈനസ് 2j, ഒരു ബ്രാക്കറ്റ് ഇടുന്നത് 5j മൈനസ് 2j എന്ന് പറഞ്ഞാൽ പ്ലസ് 3j, 6k മൈനസ് 3k പ്ലസ് 3k. ഇതാണ് പി ക്യൂ. ഓക്കെ, പി ക്യൂ കാണാൻ പൊസിഷൻ വെക്റ്റർ ഓഫ് ക്യൂ മൈനസ് പൊസിഷൻ വെക്റ്റർ ഓഫ് പി. ഈ ഫോർമുല മറന്നുപോയത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദ വെക്റ്റർ. ലെങ്ത് ഓഫ് ദ വെക്റ്റർ ഈസിയാണ്. മോഡ് എ എന്ന് പറയും. എയുടെ വെക്റ്റർ ലെങ്ത്താണ് കാണേണ്ടത്, അത് മോഡ് എ. അതായത് ഇത് 2 മൈനസ് 3 5 1 നോക്കിയാൽ മതി. 2 മൈനസ് 3 1 റൂട്ട് ഓഫ് 2 സ്ക്വയർ പ്ലസ് മൈനസ് 3 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ. അതായത് എല്ലാത്തിൻ്റെയും കോഎഫിഷ്യൻറ്റിനെ സ്ക്വയർ ചെയ്തിട്ട് റൂട്ട് എടുക്കും. ഈക്വൽസ് റൂട്ട് ഓഫ് 2 പ്ലസ് 9 പ്ലസ് 1, അതായത് 12 റൂട്ട് 12. ഇത്ര എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ ലെങ്ത്ത് മോഡുലസ് ഇതൊക്കെ ഒന്ന് തന്നെയാണ് കേട്ടോ. ലെങ്ത്ത് മോഡുലസ് ഇങ്ങനെ എന്ത് പറഞ്ഞാലും നമ്മൾ ഇത് വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. അടുത്ത ചോദ്യം നോക്കിയേ. രണ്ട് വെക്റ്ററിൻ്റെ എ പ്ലസ് ബി കാണാം. എ പ്ലസ് ബി കാണാൻ ഈസി അല്ലേ? എയും ബിയും അങ്ങ് കൂട്ടിയാൽ മതി. 3i പ്ലസ് 2j 5j പ്ലസ് 4j മൈനസ് 3j 1j, അതായത് 1j മൈനസ് 2j പ്ലസ് മൈനസ് 2j മൈനസ് 4k. കാൽക്കുലേറ്റർ കിട്ടാത്തവർ കാൽക്കുലേറ്റർ യൂസ് ചെയ്തിട്ട് അത് ആഡ് ചെയ്താൽ മതി. ഓരോന്നും നേരെ വരുന്നത് ആഡ് ചെയ്യും. അടുത്ത് നോക്കിയേ. ഫൈൻഡ് എ വെക്റ്റർ ജോയിനിങ് 1 2 മൈനസ് 3 ആൻഡ് 3 1. നേരത്തെ നമ്മൾ പി ക്യൂ പറഞ്ഞില്ലേ, ഇതിനെ പി ആയിട്ടും ഇതിനെ ക്യൂ ആയിട്ടും എടുത്താൽ മതി. വെക്റ്റർ പി ക്യൂ കണ്ടാൽ മതി. വെക്റ്റർ ജോയിനിങ് പി ടു ക്യൂ എന്ന് പറഞ്ഞാൽ പി മുതൽ ക്യൂ വരെയുള്ള ഒരു വെക്റ്റർ, ഇതിൻ്റെ പേരാണ് വെക്റ്റർ പി ക്യൂ. അത് നമ്മൾ നേരത്തെ കണ്ടില്ലേ. ഈ ക്വസ്റ്റ്യൻ പോലെ തന്നെയാണ് ആ ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ വെക്റ്റർ പി ക്യൂ എന്ന് പറയുന്നതിന് പകരം ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? ഫൈൻഡ് ദ വെക്റ്റർ ജോയിനിങ് ഒന്നാമത്തെ വെക്റ്റർ രണ്ടാമത്തെ വെക്റ്റർ. അപ്പോൾ ഒന്നാമത്തേന് പി എന്ന് കൊടുത്ത് രണ്ടാമത്തേന് ക്യൂ എന്ന് കൊടുത്തു. വെക്റ്റർ പി ക്യൂ. വെക്റ്റർ പി ക്യൂവിൻ്റെ ആൻസർ ഞാൻ പറഞ്ഞതാണല്ലോ, പൊസിഷൻ വെക്റ്റർ ഓഫ് ക്യൂ മൈനസ് പൊസിഷൻ വെക്റ്റർ ഓഫ് പി. ക്യൂവിനെ പൊസിഷൻ വെക്റ്റർ ആക്കി, ഇതാണ് ക്യൂ. 3i പ്ലസ് 1j പ്ലസ് 1k മൈനസ് ഒരു ബ്രാക്കറ്റ് ഇടുക 1i പ്ലസ് 2j മൈനസ് 3k. ഇനി ഇത് മൈനസ് ചെയ്താൽ മതി. 3i മൈനസ് 1i, അതായത് 2i പ്ലസ് 1j മൈനസ് 2j മൈനസ് j പ്ലസ് 1k മൈനസ് 3k 1 മൈനസ് അപ്പോൾ 4k. ഇതാണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ, അപ്പോൾ സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് വേറെ രീതിയിൽ ചോദിച്ചിരിക്കുന്നത്. ഇത് മാഗ്നിറ്റ്യൂഡ്, നേരത്തെ ലെങ്ത്ത് കണ്ടില്ലേ. അപ്പോൾ എ എന്നുള്ള വെക്റ്ററിൻ്റെ മാഗ്നിറ്റ്യൂഡ്, അതായത് മോഡ് എ റൂട്ട് ഓഫ് 1 സ്ക്വയർ പ്ലസ് ഇവിടെ മൈനസ് ജെക്ക് മൈനസ് 1 സ്ക്വയർ പ്ലസ് 2kക്ക് 2 സ്ക്വയർ 2k എഴുതരുത് കേട്ടോ. അപ്പോൾ 1 പ്ലസ് 1 പ്ലസ് 4 റൂട്ട് 6. ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഫൈൻഡ് ദ പ്രൊഡക്റ്റ് ഓഫ് ഡോട്ട് പ്രൊഡക്റ്റ് എ ഡോട്ട് ബി
ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് എ ഡോട്ട് ബിയുടെ അകത്ത് ഐയും ജെയും കെയും ഉണ്ടാവില്ല. മറന്നു വരുത്, ഡോട്ട് പ്രൊഡക്റ്റിൻ്റെ ആൻസറിൽ ഐയും ജെയും കെയും ഉണ്ടാവില്ല. അപ്പോൾ ഒന്നാമത്തെ വെക്ടറിൻ്റെ കോഎഫിഷ്യൻറ്റ് 1 ഇൻറ്റു രണ്ടാമത്തെ വെക്ടറിൻ്റെ കോഎഫിഷ്യൻറ്റ് 3 പ്ലസ് ഇതിൻ്റെ കോഎഫിഷ്യൻറ്റ് 2 ഇൻറ്റു ഇതിൻ്റെ കോഎഫിഷ്യൻറ്റ് -1 പ്ലസ് -3 ഇൻറ്റു 2. ഇത്രയും മതി. അതായത് ഐയും ജെയും ഇല്ലാതെ ഒന്നാമത്തെ കോഎഫിഷ്യൻറ്റ് ഇൻറ്റു ഒന്നാമത്തെ കോഎഫിഷ്യൻറ്റ്, രണ്ടാമത്തെ കോഎഫിഷ്യൻറ്റ് ഇൻറ്റു രണ്ടാമത്തെ കോഎഫിഷ്യൻറ്റ് പ്ലസ് മൂന്നാമത്തെ കോഎഫിഷ്യൻറ്റ് ഇൻറ്റു മൂന്നാമത്തെ കോഎഫിഷ്യൻറ്റ്. 3 പ്ലസ് -2 പ്ലസ് -6, അതായത് 3 - 8 -5. കണ്ട, ഇതാണ് ഡോട്ട് പ്രോഡക്റ്റ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ ഫൈൻഡ് ദ ഡിഫറൻസ്. ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ വ്യത്യാസമല്ലേ. വ്യത്യാസം കാണണമെങ്കിൽ മൈനസ് ചെയ്യണം. 2i പ്ലസ് 3j പ്ലസ് 5k മൈനസ് ബ്രാക്കറ്റ് ഇട്ടിട്ട് i പ്ലസ് ജെ പ്ലസ് കെ. ഓക്കെ ആണോ? ഓക്കെ. ഇനി അപ്പോൾ മൈനസ് ചെയ്യാൻ നമുക്ക് അറിയാം, പക്ഷെ ക്വസ്റ്റ്യൻ നോക്ക് ഫൈൻഡ് ദ ഡിഫറൻസ്. അപ്പോൾ ക്വസ്റ്റ്യൻ ചെയ്താൽ കണ്ടിട്ട് മൈനസ് ചെയ്യാനെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, ഡോട്ട് പ്രോഡക്റ്റ് എന്താണ്, മൈനസ് എന്താണ്, പി ക്യു എന്താണ്, മോഡുലസ് എന്താണ്, അതാണ് ഈ സെക്ഷന് ചോദിച്ചിട്ടുള്ളൂ. 2i മൈനസ് ഐ എന്ന് പറഞ്ഞാൽ 1i, അതായത് ഐ പ്ലസ് 3j മൈനസ് ജെ 2j പ്ലസ് 5k മൈനസ് കെ 4k. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കി ഫൈൻഡ് ദ ലെങ്ത്ത്. ലെങ്ത്ത് നമ്മൾ മൂന്നാമത്തെ ക്വസ്റ്റ്യനാണ് ചെയ്യുന്നത്. ലെങ്ത്തിൻ്റെ ഇക്വേഷൻ അറിയാലോ. എയുടെ ലെങ്ത്ത് മോഡുലസ് എ ഈക്വൽസ് √2² പ്ലസ് -1² പ്ലസ് 2². ലെങ്ത്ത് മോഡുലസ് ഒക്കെ ഒന്നാണ് കേട്ടോ. 4 + 1 + 4, അതായത് √9 അഥവാ 3.